ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നെയ്ച്ചോറും മീൻ കറിയാട്ടാ. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയ വെച്ച ഏറ്റവും ബെസ്റ്റ് റെസിപ്പി ആയിരിക്കും ഇത്. അത്രക്കും ടേസ്റ്റിയാണ്. എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ട് നെയ്ച്ചോറും മീൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. 2 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ ചെറിയ ഉള്ളിയും പച്ചമുളകും. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ അതിലേക്ക് കടുക് ഉലുവയും ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടി വന്നാൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് മൊരിയിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മൊരിയിച്ചെടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായി വഴറ്റി വന്നാൽ ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി വെന്തുടയാൻ വേണ്ടി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നെയ്ച്ചോറിന് വേണ്ടിയിട്ട് മറ്റൊരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 5-6 ഏലക്ക, ഒരു തക്കോലം, ഒരു കഷ്ണം പട്ട, അതുപോലെ ചെറിയ ജീരകവും വലിയ ജീരകവും കുറച്ച്, പിന്നെ ഒരു 3-4 ഗ്രാമ്പു എന്നിവയാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ നേരിയതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയും അതുപോലെ തന്നെ ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് അരിക്കാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള അളവിലാണ് വെള്ളം എടുക്കുന്നത്. അതിൻ്റെ ഒപ്പം 1 കപ്പും കൂടി എക്സ്ട്രയും കൂടി എടുക്കും. അപ്പം 3 കപ്പ് അരിക്ക് 5 കപ്പ് എന്ന നിലയിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. നിങ്ങൾ അരി എടുക്കുന്നതിനനുസരിച്ചിട്ട് വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ചെറുനാരങ്ങ മുഴുവനായിട്ട് പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഒരു ചെറിയ തോടും കൂടി അതിലിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇത് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കറിൻ്റെ ബാക്കി പണി നോക്കാം. തക്കാളിയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും 4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് എണ്ണ തെളിയുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഞാനൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അത് ചൂടുവെള്ളത്തിൽ പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ കറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. പുളി ഒഴിച്ചത് അതിന് ശേഷം കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, പാകത്തിന് മതി. അല്ലെങ്കിൽ കറി ഭയങ്കര ലൂസായി പോവും. കുറച്ചൊരു ടൈറ്റിൽ തന്നെയാണ് ഈ കറി കൂട്ടാൻ രസം. ഇനി ഇത് അടച്ച് വെച്ച് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കറി നന്നായി തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അയക്കൂറ മീനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മീനും എടുക്കാവുന്നതാണ്. ഇനി ഇത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കാം. അപ്പം നമ്മളെ കറി ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കറിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക രുചി തന്നെയായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കുടംപുളിയും കൂടി ഇട്ടിട്ടുണ്ട്. അത് കാണിക്കാൻ വിട്ടുപോയി. നിങ്ങൾ ചെറിയ പീസ് കുടംപുളിയും കൂടി ചേർക്കണേ, എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആകുക. അതുപോലെ തന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിച്ചപ്പ് കൂടി മുകളിലോട്ട് വിതറി കൊടുക്കുക. അങ്ങനെ നമ്മൾ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് തന്നെ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അടച്ച് വെച്ച് ഒന്ന് നല്ലോണം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഏകദേശം ഈ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒറ്റയും ലോലാക്കി മാറ്റിക്കൊടുക്കാം. ഇത് ചെറിയ തീയിൽ നന്നായിട്ട് ദമ്മായിട്ട് വന്നോളൂ. ഇടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇളക്കി മിക്സാക്കിയതിന് ശേഷം മുകളിലൊന്ന് നിരത്തി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വീണ്ടും ഒരു 5 അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മൾ നെയ്ച്ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളി പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളെ മീൻകറി നല്ല അടിപൊളിയായി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ നെയ്ച്ചോറും മീൻകറിൻ്റെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. മീൻകറി നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെയേ വെക്കൂ. ഞാൻ 100% ഗ്യാരണ്ടി പറയുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവരും. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.